നടത്തി ഒരുപാട് സക്സസ്ഫുൾ ആയ ഒരുപാട് പേരെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതിലെ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ലീ റോയൽ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ യൂസഫ് ആണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നമുക്ക് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാം. താങ്കൾക്ക് ഈ മേഖലയിൽ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ്. സക്സസ്ഫുൾ എന്റെ ഒരു ലൈഫ് സ്ട്രീം എന്നുള്ളത് രണ്ട് ട്രാക്കാണ്. ഒരു അക്കാഡമിക് ലെവലിലുള്ള ഒരു സ്റ്റഡി കോഴ്സും പിന്നെ ഹോസ്പിറ്റൽ ജോബും, പിന്നെ ഉള്ളത് ബിസിനസ് ഫീൽഡ്. അത് പ്രാക്ടിക്കലി പോസിബിൾ. ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട്. ഇപ്പൊ ഞാൻ മെഡിക്കൽ മൈക്രോബയോളജിസ്റ്റ് ഗംഗാലി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ സിൻസ് 17 years. എന്റെ സെക്ഷനില് എന്റെ ടോട്ടൽ സൂപ്പർവൈസർ ഞാനാണ്. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് നമ്മളെല്ലാവരും 27 കൊളീഗ്സ് ഉണ്ടായിരുന്നു. 100% സൗദീസ്, നോൺ സൗദീസ് എക്സ്പാട്രിയറ്റ്സ് ആയിരുന്നു. ബ്രിട്ടനിലായിരുന്നു, ഗാംബിയ. ഇപ്പൊ ഓൾമോസ്റ്റ് 95% ഞാനും പിന്നെ എന്റെ ഒരു 1-2 ജൂനിയേഴ്സും മാത്രമാണ്. ബാക്കി എല്ലാവരും സൗദീസായി. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു. അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നം. അവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. സ്ട്രഗ്ലിംഗ് ആണ്. റെസ്പോൺസിബിലിറ്റീസ് കൂടുതൽ ഏറ്റെടുക്കണം. എല്ലാ കാര്യത്തിലും നമ്മൾ ഉണ്ടാവണം, ഇടപെടണം. ഭക്ഷണ സാധനങ്ങൾ പെട്ടെന്ന് അഴുകാനുള്ള കാരണം ഈ ബാക്ടീരിയയാണ്. അതെ. അപ്പൊ അതുമായിട്ട് അതിനെ നശിപ്പിക്കുവാൻ, അതിനെ ഒഴിവാക്കാനുള്ള സംവിധാനം. ലോ ടെമ്പറേച്ചറിൽ ഫുഡ് കീപ്പ് ചെയ്യാം. അതിനകത്ത് പിന്നെ പ്രിസർവേറ്റീവ്സ് കുറെ ഉണ്ട്. ഇപ്പൊ ഈ അഡിറ്റീവ്സും പ്രിസർവേഷൻ അതൊക്കെ യൂസ് ചെയ്യുന്നത് ഡേഞ്ചറാണ്. സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുഡ് ലോ ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാം. റെക്കമെൻഡഡ് ടെമ്പറേച്ചർ എന്നുള്ളത് 1 to 3 degrees Celsius. ഈ ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാം. അല്ലാതെ ഈ ഹയർ ടെമ്പറേച്ചർ ആകുമ്പോൾ ഇവൻച്വലി ഇറ്റ് വിൽ ഗെറ്റ് സ്പോയിൽഡ്. എങ്ങനെ വിലയിരുത്തുന്നത് ഇവിടുത്തെ സാമ്പത്തിക പ്രവർത്തനം? ഈ രൂപത്തിൽ തന്നെ പോയാൽ മതിയോ, അതെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? സാധാരണ നമ്മ ആളുകൾക്ക് ഒരു നെഗറ്റീവ് തോട്ട്സ് ആണ് കൂടുതൽ കൂടിയിരിക്കുക. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം, ഒരു സംഭവം പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു നെഗറ്റീവ് ആസ്പെക്ട്സിലാണ് കൂടുതൽ ചിന്തിക്കുക. ഈ നെഗറ്റീവ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ പോസിറ്റീവ് ആക്കണം എന്നുള്ളത് നോക്കുക. നെഗറ്റീവ് കൂടുതലങ്ങ് കയറുമ്പോഴാണ് ഈ ഒരുപാട് ഈ കോൺഫ്ലിക്ട്സും ഈ പ്രശ്നങ്ങളും. അതുപോലെ നമുക്ക് അസോസിയേഷനും ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളും സംഘടനകളും ഉണ്ട്. പക്ഷെ എല്ലാം കൂടിയിട്ടുള്ള ഒരു കോമൺ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതുവഴി കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങളിൽ ബാധിക്കുന്ന രൂപത്തിൽ ഈ സ്പോൺസർഷിപ്പ് നിർബന്ധിക്കപ്പെടുക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ ചെയ്യും. Definitely, we will inquire about it. I mean, if it is a reasonable sources of the problem, അങ്ങനെ വരികയാണെങ്കിൽ definitely we will help them. വൈഫ്, 3 മക്കള്. മൂത്തവൻ 5th standard, സെക്കൻഡ് 1st standard, തേർഡ് LKG. ഇപ്പൊ നമ്മള് ആക്ച്വലി ഈ ലീ റോയൽ അറിയപ്പെടുന്നത് മലയാളികളുടെ സൗത്ത് ഇന്ത്യൻ ഡിഷസ് ആ ഒരു രീതിയിലാണ്. പിന്നെ നമുക്ക് ഒരു നല്ലൊരു ശതമാനം സൗദി കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ്. അവർ വരുമ്പോൾ സാധാരണ ഈ മെനു ഓർഡേഴ്സ് ആണ് കൂടുതൽ അവർ പ്രിഫർ ചെയ്യുക. ഇപ്പൊ സൗദിയിൽ പുതുതായിട്ട് ഉദ്ദേശിക്കുന്ന ഈ നിയമങ്ങളൊക്കെ താങ്കൾ ഓവർകം ചെയ്ത് ഈ സൗദീസേഷൻ ഉണ്ടല്ലോ. പ്രൈവറ്റ് സെക്ടേഴ്സിൽ ഇപ്പൊ കുറച്ച് ആയവരാണ്. ഇപ്പൊ നമ്മള് ഈ ഹോട്ടലിൽ 2 സൗദീസ് നമ്മൾ അക്കോമഡേറ്റ് ചെയ്ത്, അതായത് 10% മിനിമം നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഫർദർ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ ഈ 3 കാറ്റഗറീസ് ആയിട്ട് റെഡും യെല്ലോവും ഗ്രീനും അങ്ങനെയൊക്കെ ആക്കി. അപ്പൊ അതും ചെറിയ ഈ കടായാലും അതിന് CR രജിസ്റ്റർ ചെയ്യണം. നമ്മൾ ഗ്രീനിലാണ്. CR രജിസ്റ്റർ ചെയ്യണം. സൗദി സ്റ്റേഷൻ അതിന്റെ ഞാനിപ്പോ 2 സൗദിയുടെ പോസ്റ്റിംഗ് ചെയ്തു. പക്ഷെ ഒരു ജോലിയൊന്നും ചെയ്യുന്നില്ല. മാസം സാലറിയാണ് കൊടുക്കും. അങ്ങനെ ഈ ഹോട്ടലിന് മാത്രം. എന്തെങ്കിലും മോശമായ ഓവർകം ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സംഭവങ്ങൾ ഒരു ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. എന്റെ ഈ ഒരു പാർട്ട്ണറായിട്ടുള്ള ഒരു കോൺട്രാഡിക്ഷൻസ് വന്നിട്ട് പിന്നെ വലുതായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. എല്ലാം ഓവർകം ചെയ്ത് മുമ്പോട്ട് പോകണം. ബിസിനസ് രംഗത്ത് കടന്നു വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നല്ലത് ചിന്തിക്കുക. പിന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സില് ആംബിഷ്യസ് ആയിട്ട് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ യു വിൽ ബി സക്സസ്ഫുൾ. ഇത് ഞാൻ പേഴ്സണലി അനുഭവപ്പെട്ടതാണ്, പഠിച്ചതാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക്സ്. താങ്ക് യു. നമ്മുടെ ഈ എപ്പിസോഡിന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. പ്രവാസജാലകവും പരിപാടി കണ്ട് ആസ്വദിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് friendscreations@yahoo.com. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടും വരയ്ക്കും നന്ദി, നമസ്കാരം.